ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷാവസ്ഥയും പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യവും ശക്തമായതോടെ പാകിസ്ഥാന്റെ ഇന്ധന ഇറക്കുമതി സംവിധാനത്തിൽ വലിയ സമ്മർദ്ദം ഉയർന്നിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ പ്രധാനമായും ആശ്രയിച്ചിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നതിനാൽ പാകിസ്ഥാൻ സർക്കാർ ഇന്ധന ഉറവിടങ്ങൾ വൈവിധ്യമാർന്നതാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനോടുള്ള താൽപര്യം ശക്തമാക്കുകയും കൂടാതെ വെനേസ്വല, നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലേക്കും ഇറക്കുമതി ബന്ധങ്ങൾ വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ആഗോള ഇന്ധന വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഈ യുദ്ധം ഹോർമൂസ് കടലിടുക്കിലൂടെ നടക്കുന്ന എണ്ണ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ചതോടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾ ഗുരുതരമായ പ്രതിസന്ധിയിലായി. ഇതിനകം തന്നെ കടുത്ത വിലക്കയറ്റം നേരിടുന്ന പാകിസ്ഥാനിൽ ഈ സാഹചര്യങ്ങൾ ഇന്ധനവിലകളെ കുത്തനെ ഉയർത്തുകയും പെട്രോൾ, ഡീസൽ നിരക്കുകളിൽ വലിയ വർധനവുണ്ടാക്കുകയും ചെയ്തു. ഇന്ധന ഇറക്കുമതിക്കായി പാകിസ്ഥാൻ ഇപ്പോൾ വളരെ ഉയർന്ന പ്രീമിയം നൽകേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. ഗ്യാസ് ലഭ്യതയിലും വലിയ കുറവ് അനുഭവപ്പെടുന്നത് രാജ്യത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തെയും വ്യവസായ മേഖലയെയും ഗൗരവമായി ബാധിക്കും. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ക്രൂഡ് ഓയിൽ മാത്രമല്ല, പാചകവാതകമായ LNG ഉൾപ്പെടെയുള്ള ഇന്ധന ഉൽപ്പന്നങ്ങളും പുതിയ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ ശക്തിപ്പെടുത്തുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ ഇന്ധനത്തിന് നേരെയുണ്ടായിരുന്ന US ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവുകൾ നൽകിയതും പാകിസ്ഥാൻ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. കൂടാതെ സമീപകാലത്ത് ഉപരോധങ്ങൾ ശ്രമിച്ച വെനേസ്വലയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നീക്കങ്ങളും രാജ്യത്ത് സജീവമാണ്. ഇതിനു പുറമെ രാജ്യത്തിനകത്തെ എണ്ണ വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പാകിസ്ഥാൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഓയിൽ ആൻഡ് ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റിയോട് ദേശീയതലത്തിൽ സമഗ്രമായ പഠനം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ധന സംഭരണവും വിതരണം സംബന്ധിച്ച നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുകയും അനധികൃതമായി ഇന്ധനം പൂഴ്ത്തിവെക്കുന്ന പ്രവണത തടയുകയും ചെയ്യുന്നതിന് ഒരു കേന്ദ്രീകൃത മാനേജ്മെന്റ് സംവിധാനവും രൂപീകരിക്കാൻ ആലോചനകൾ പുരോഗമിക്കുന്നു. പാകിസ്ഥാന്റെ ദേശീയ എനർജി സ്ഥാപനമായ പാകിസ്ഥാൻ സ്റ്റേറ്റ് ഓയിൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ബാരലിന് $34 വരെ പ്രീമിയം നൽകുകയാണ്. മുൻപ് ഏകദേശം $12 ആയിരുന്നു ഈ പ്രീമിയം എന്നതിനാൽ നിലവിലെ വർധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരത്തെ വൻതോതിൽ ഉയർത്തുകയാണ്. ഈ അധിക ചിലവ് തദ്ദേശീയ ഇന്ധന വിലകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് പാകിസ്ഥാൻ സ്റ്റേറ്റ് ഓയിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഈ വില വ്യത്യാസം സർക്കാർ തന്നെ ഏറ്റെടുക്കണമെന്ന നിലപാടിലാണ് അവർ. ഇപ്പോൾ പാകിസ്ഥാൻ സ്വന്തം ആവശ്യത്തിന്റെ ഏകദേശം 80% ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിനാൽ ആഗോള വിപണിയിലെ വില മാറ്റങ്ങൾ നേരിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുന്നതാണ്. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് നൽകിയ കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിൽ ഓരോ $10 വർധനവുമുണ്ടായാൽ രാജ്യത്തിന്റെ വാർഷിക ഇറക്കുമതി ചെലവ് 1.8 മുതൽ $2 ബില്യൺ വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ ഇന്ധന സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നത് പാകിസ്ഥാന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.